ഹലോ, ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ 29ാമത്തെ ദിവസമാണ്. 29ാമത്തെ ദിവസം നാളെ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ 30 ദിവസം എനിക്ക് ആയിട്ടുണ്ട്. ഒരു മാസത്തെ എൻ്റെ വെയിറ്റ് ലോസ് ആണ്. 29ാമത്തെ ദിവസം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫാറ്റ് മിൽക്ക് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നൈറ്റ് ഞാൻ പാല് കഴിക്കുന്നുണ്ട്. മീൻസ് എന്തോ ഓട്സിൻ്റെ കൂടെ പാൽ ഒഴിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ലോ ഫാറ്റ് ആക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഭയങ്കര ഹൈ പ്രൈസിലൊക്കെ ആയിരിക്കും ലോ ഫാറ്റ് മിൽക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ അത്രയ്ക്ക് അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോ ഫാറ്റ് മിൽക്ക് എങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ എത്രയാണോ നമുക്ക് പാല് വേണ്ടത് ആ പാലിനെ എടുത്തങ്ങ് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് പുറത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്യുക. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഒരു ദിവസം മൊത്തത്തിൽ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഈ പാട ബട്ടർ എല്ലാം ഇങ്ങനെ മുകളിൽ അടിഞ്ഞു വരും. അതിന് നമ്മളൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി കഴിഞ്ഞാൽ ലോ ഫാറ്റ് മിൽക്കായിട്ട് കിട്ടും. 1-2 ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്കിത് കിട്ടും. ഒരു ദിവസം വെച്ചെടുത്താൽ നമുക്കിതുപോലെ ലോ ഫാറ്റ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലാണ്ട് ലോ ഫാറ്റ് മിൽക്ക് വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാല് കുടിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തിനൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വെയിറ്റ് ലോസിനൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഈ ഒരു രീതിയിൽ കുടിച്ചാൽ മതി, നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കവർ പാല് സാധാ മിൽമയുടെയൊക്കെ പാലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഫാറ്റിൻ്റെ കണ്ടന്റ് എഴുതി വെച്ചേക്കും. ചിലപ്പോൾ കുറച്ച് ഫാറ്റ് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറി കഴിഞ്ഞാലും ഈ കുറച്ച് പാടങ്ങ് പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു മഞ്ഞ കളറിലെ ഒരു പാലില്ല, അതിലുള്ളതും ലോ ഫാറ്റ് മിൽക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫാറ്റ് പെർസെൻറ്റേജ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ കിട്ടുന്നത് നല്ല ഹൈ ഫാറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തിളപ്പിച്ച് ഇങ്ങനെ മാറ്റി ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് അടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഏകദേശം 4.5% എന്തോ ഫാറ്റുള്ള പാലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഹൈ ഫാറ്റാണ്, പക്ഷെ ഞാൻ അത് എടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കെന്താ എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നാളെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ 30 ദിവസത്തെ ജേണി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ്, അതെൻ്റെ മനസ്സിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നാളെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാനിങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട് പറയാനൊക്കെ ആയിട്ട്. ഇപ്പം നാളത്തെ ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് പൊങ്കൽ വരുന്ന ദിവസമാണ്. 30ാമത്തെ ദിവസം പൊങ്കലാണ്. അപ്പോൾ പൊങ്കലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. മീൻസ് വേറൊന്നും അല്ല, ഞാൻ അവിടെ നിന്ന് ആയിരിക്കും ഫുഡ്, പൊങ്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നോക്കും, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം എന്ത് കഴിച്ചു എന്ന് ഞാൻ വന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു എന്നൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഒരാൾ എനിക്ക് ഷെയർ ചെയ്തത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു 86 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 67 എത്തി. എന്ത് വലിയ ചേഞ്ചാണ്. അത് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ 76 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്നും ഒരു വെയിറ്റ് ലോസേ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ഇത്രയും വെയിറ്റ് കുറച്ച് കൊണ്ടുവരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര നല്ല എഫേർട്ട് എടുത്തിട്ടാണ്. അത് മനസ്സ് വെച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവാണ്. പിന്നെ സക്സസ് എന്ന് പറയുന്ന കാര്യം നല്ല സ്പീഡിനെയൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സക്സസ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേടാനൊരു ഇങ്ങനെ ആവേശമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലത്തേക്ക് നല്ല കമൻ്റായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ. അത് മുമ്പ് ഇപ്പോഴൊന്നും തുടങ്ങിയതായിരിക്കില്ല, പണ്ട് തൊട്ടേ കുറേ നാളായിരിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വെയിറ്റ് ലോസ് 2024 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു 64 kg എന്നുള്ള വെയിറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ 64 എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ മനുഷ്യരെ കൊണ്ടും പറ്റും. ഓക്കെ, ഈ പറയുന്ന പോലെ ഇടയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതും എല്ലാ മനുഷ്യർക്കും പറ്റുന്ന കാര്യമാണ്. എന്നും പറഞ്ഞ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യാതെയൊക്കെ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയും, മോട്ടിവേഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മളാണ് നമ്മളെ ലൈഫിൽ, നമ്മളെ ശരീരത്തിൽ നമ്മളാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. 30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാം, ചിലപ്പോൾ ഞാൻ ഗീവ് അപ്പ് ചെയ്യാം. എങ്കിലും ഞാൻ മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ 29ാമത്തെ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കറണ്ട് പോയി. അപ്പം വീഡിയോ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവർ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. ഏകദേശം ഞാൻ ഒരു ഉറക്കമെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് കറണ്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് കാണാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് കാണാം. ബൈ ബൈ. ഹലോ, എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ജീരക വെള്ളം വെച്ചിട്ടാണേ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ചോറ്, സാമ്പാർ, പിന്നെ ബ്രോക്കലി മഷ്റൂം ചേർത്തിട്ടുള്ള ഒരു സാലഡ് പോലെ, പിന്നെ മുട്ടയാണ്. ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. എൻ്റെ സ്നാക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചായയാണ്. കുറേ നാളിന് ശേഷം എനിക്ക് ചായ കുടിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ചായയാണ് എടുത്തിട്ടുള്ളത്. ഇതും പിന്നെ കുറച്ച് നട്ട്സ്, ഇത്രയും നട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്നാക്ക് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നെൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇന്നലെ എടുത്ത സെയിം പുഡിംഗ് പോലെ തന്നെയാണ്. ഇതിൽ ഞാൻ വാൾനട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ 29ാമത്തെ ദിവസം കംപ്ലീറ്റ് ആവുകയാണ്. നാളെ 30ാമത്തെ ദിവസമാണ്. അങ്ങനെ എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ദിവസം ആയിട്ടുണ്ട്. ഞാൻ 30ാമത്തെ ദിവസത്തിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റാണ് നേടിയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നാളെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഹാപ്പിനെസ്, എനിക്ക് എത്ര കിലോ കുറഞ്ഞു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതേ 30ാമത്തെ ദിവസം വെച്ച് സ്റ്റോപ്പ് ചെയ്യാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ദിവസം, ഞാൻ ചീറ്റൊക്കെ എടുത്തോ, എൻ്റെ ഓരോ ആഴ്ചത്തെയും പ്രോഗ്രസ് എങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി 30ാമത്തെ ദിവസത്തിൽ കാണാം. ബൈ ബൈ.